അലക്കുകല്ല് വിത്ത് സ്റ്റാൻഡ്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ജേണി രശ്മിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മാസത്തോളം നീളുന്ന ആഘോഷം മേളയിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. തകർപ്പൻ റൈഡുകളും അമ്യൂസ്മെൻറ്റ് പാർക്കും 200ഓളം വ്യാപാര സ്റ്റാളുകളും ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഉഗ്രൻ ഉത്സവ മേളയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. വിവിധ വകുപ്പുകളുടെ കീഴിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് മണപ്പുറത്ത് ആഘോഷങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചുവപ്പ് പരവതാനി വിരിച്ച് ഇരുവശങ്ങളിലുമായാണ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ 3 റോയിലായിട്ടാണ് ഉള്ളത് കേട്ടോ. ആലുവ മണപ്പുറത്തെ തിരക്കിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലേ. ദാ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ, ഇതുപോലെ തന്നെയാണ് ഈ മേള നടക്കുന്നത് കേട്ടോ. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ചുക്കും കുരുമുളകും ജീരകവും കൈമാരകവും ഒക്കെ സമന്വയിപ്പിച്ച് ഉണ്ടാക്കുന്ന ശേഷം അല്പം കരിപ്പെട്ടി ഇവിടെ വന്നപ്പോൾ ഒരാളിരുന്ന് കലക്കെടുത്ത് ഉറങ്ങണ പോലെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നോക്കുകയാണ്, ഇത് മസാജിങ് ചെയറാണ് ആക്ച്വലി. 10 മിനിറ്റിന് ഇങ്ങനെ ഓരോ റേറ്റ് ഒക്കെ അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് 100 രൂപ എന്ന് പറഞ്ഞിട്ടോ. ഇവിടെ നിന്ന് കുറേ പേര് കിടന്ന് ഉറങ്ങുകയാണ്. നല്ല തിരക്കിനിടയിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയിട്ടാ. പക്ഷേ അവർക്കറിയാൻ പറ്റുമായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന്. ഇതിപ്പോൾ ഓൺലൈനിലുണ്ട്. വില എങ്ങനെയാണ്? 800 രൂപയാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് സാറേ. ഏറ്റവും ചെറുത് ഇതെന്താ? അലക്കല്ലേ ഇത്? ഫുഡ് ക്ലീനർ, കാല് വാഷ് ചെയ്യാനുള്ള സ്ഥലം. ഇത് അലക്കല്ല? അതെ, അലക്കല്ലേ പോർട്ടബിൾ. സ്റ്റാൻഡോട് കൂടിയാ? അതെ. അലക്കല്ല് വിത്ത് സ്റ്റാൻഡ്. എത്ര അലക്കല്ലിന്? അലക്കല്ല് 2000 രൂപ എത്തിച്ചേരാം. സ്റ്റാൻഡ് ഉൾപ്പെടെ 2000. അതുകൊണ്ട് ഒരുപാട് തരത്തിൽ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൈഡ് റേഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തന്നെ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. അതുപോലെ റൈഡുകളാണെങ്കിലും ഒക്കെ പുതിയതൊക്കെ ഉണ്ട്. ഒരു കച്ചവടക്കാർ ഒത്തിരി ഉണ്ടിക്കുമല്ലോ കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം കച്ചവടക്കാരാണ് ഇരുവശങ്ങളിലുമായിട്ട് വഴിയുടെ. ഏതായി ഈ കാണുന്നത് 2ാമത്തെ റോയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു റോ ഉണ്ട്. അവിടെ ഏറ്റവും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ്. അങ്ങനെ 3 റോയിലായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ഐറ്റംസ് എന്ന് പറഞ്ഞില്ലേ. അതായത് ഒരു 100 രൂപ താഴെയുള്ള, എന്നാൽ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഏറ്റവും ലാസ്റ്റിലുള്ള റോയാണ്. റാന്തല് പോലെ ഇതിനുള്ളിൽ ഇങ്ങനെ വേണ്ട ഹോളുണ്ട്. തിരിയിട്ട് അതിൽ എണ്ണ ഒഴിക്കും. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, അപ്പോൾ അണയാണ്ടിരിക്കുമല്ലോ. റാന്തല് പോലെ ഇങ്ങനെ കണ്ടോ. 70 രൂപ കേട്ടോ. ഇത് കണ്ടോ, ഇത്രയുള്ളൊരു തുളസി ഇത്ര ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇത്രയും ചെറുത്, എന്ത് രസമാണ് കാണാനായിട്ട്. ഇതിൽ ചേട്ടാ ഇതെത്രയാണ് റേറ്റ്? 2 100? ആഹാ, അത് കൊള്ളാമല്ലോ. എന്ത് രസം ഇത്. 50 രൂപയുള്ള ഒരു കപ്പിന്. നല്ല വലിപ്പമുണ്ട്, പക്ഷെ ഭയങ്കര ഭംഗി കേട്ടോ. ഇത് അടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഡിസൈനും കളർ കോമ്പിനേഷനൊക്കെ കൂടി നന്നായിട്ടുണ്ട്.
കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ ഇവിടെ. നല്ല സേഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലോട്ട് പിള്ളേരായിട്ടൊക്കെ വരാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നല്ല തിരക്കുണ്ട്. ഇതെന്താണെങ്കിലും 1 മാസത്തോളം ഉണ്ടാകും. അപ്പോൾ സാവകാശം വന്നാലും മതി. എന്താണെങ്കിലും കൊണ്ടുവരിക, എൻജോയ് ചെയ്യുക. ഏത് പ്രായക്കാർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റുള്ള പാനീയങ്ങൾ പോലെ മായമോ കെമിക്കലുകളോ ചേരാത്ത പരിശുദ്ധമായി തയ്യാർ ചെയ്ത ഒരു പാനീയമാണ് അതെ, തികച്ചും ഇന്നത്തെ ആഴ്ചയിൽ തുടങ്ങാൻ പോയ ടിക്കറ്റ് മേടിച്ചോ ലൈനിൽ വരെ. ടിക്കറ്റ് മേടിച്ചോ ലൈനിൽ കണ്ടവർ വീണ്ടും വീണ്ടും കാണാതിരിക്കുന്ന മത്സരമാണ്. ഞങ്ങളുടെ പ്രദർശനം ആരംഭിക്കാൻ പോവുകയാണ് കണ്ടോ. ഇനി നടക്കാൻ പോകുന്ന പ്രദർശനത്തിനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ ബുക്കിംഗ് കൗണ്ടറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് പ്രദർശനമാക്കി കടന്നു വരിക. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കുവടക്ക് മൂലകളിലൂടെ സഞ്ചരിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭക്ഷണങ്ങളുടെ പുസ്തകം പ്രശംസപ്പെട്ടു പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കസ് കമ്പനിയായ DJ അമ്യൂസ്മെന്റ്സിന് വേണ്ടി മോട്ടോയുടെ കാലുമായുടെ അനുഗ്രഹീത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വ്യാസ പ്രകടനമില്ല. ഈ ആകാശ മരണക്കോട്ടയ്ക്കകത്ത് നടക്കാൻ പോകുന്നു. ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? എളുപ്പം ടിക്കറ്റുകൾ കരസ്ഥമാക്കി കടന്നു വരിക. ഞങ്ങളുടെ പ്രദർശനം ഏതാനും നിമിഷങ്ങളിലകം ആരംഭിക്കുകയാണ് കേട്ടോ. ഈ റൈഡ് ഇക്കൊല്ലം പുതിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നല്ല രസമുണ്ട്, കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് കയറാൻ പേടിയാട്ടോ. ഞാൻ ഒരു റൈഡിലും കയറില്ല, മരണക്കിണറിൽ ഒട്ടും കയറില്ല. അത് ഭയങ്കരമായിട്ട് അനൗൺസ്മെൻ്റൊക്കെ കേൾക്കുന്നുണ്ട്. തല ഇറങ്ങുന്ന പോലെ തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഇഷ്ടമാണ്, പക്ഷേ കയറാനൊരു സുഖം, എനിക്ക് കയറി കഴിയാൻ പേടിയാണ്. എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ, എല്ലാ റൈഡുകളിലും എല്ലാവരും കയറുന്നുണ്ട്. പക്ഷേ എനിക്കിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ റൈഡ് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കയറിയില്ലെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ലതാണ്, കയറിയാൽ ഭയങ്കര രസമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സൂപ്പറായിട്ടുണ്ടല്ലേ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കുവടക്ക് മൂലകളിലൂടെ സഞ്ചരിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രേക്ഷകരുടെ മുക്തകണ്ഠം പ്രശംസ പിടിച്ചു പറ്റിയ ഇന്ത്യയിലെ 7ഓളം സംസ്ഥാനങ്ങളിൽ വിജയകരമായി മരണക്കിണറിലേക്ക് ആളുകളൊക്കെ ഇടിച്ച് കയറുന്നുണ്ട് കേട്ടോ മേളിലേക്ക്. അതിലേക്ക് പോകാനുള്ള വണ്ടിയാണ് കേട്ടോ ഈ താഴെ കിടക്കുന്നത്. മരണക്കിണറിനകത്ത് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇട്ടേക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ റൈഡൊക്കെ നടക്കുന്നതിൻ്റെ പിറകിലാണ് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം. എണ്ണിയാൽ തീരാത്ത അത്രയും കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ മെയിൻ റോഡിലെത്തുമ്പോൾ പോലീസുകാർ നിൽപ്പുണ്ട്, അവരെല്ലാം ഗൈഡ് ചെയ്ത് നമ്മളിവിടെ എത്തിച്ചോളും. വളരെ ഈസിയാണ്, വന്ന് പാർക്ക് ചെയ്യാം, എല്ലാവർക്കും പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ മേളയിലേക്ക് കയറി പോകാനും പറ്റും. അപ്പോൾ പോകാനും വരാനും വണ്ടി പാർക്ക് ചെയ്യാനും ഒന്നും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോൾ പോവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്